പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. യേശു ക്രിസ്തു വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവരാജ്യ രഹസ്യം പറയുകയാണ്. ഈ ഭൂമിയിൽ യേശു തനിക്ക് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോസ്തലന്മാരെ മാത്രമല്ല, 2000 വർഷമായി ഇന്നും യേശു ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു, ഡിസൈപ്പിൾസ്. അതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശിഷ്യന്മാരുടെ വാക്ക് യേശു വെളിപ്പെടുത്തുകയാണ്, അത് എൻ്റെ വാക്ക് പോലെയാണ്. ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ, ഡിസൈപ്പിൾസ് എന്ന് പറയുമ്പോൾ, അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ചിന്തിക്കും വൈദികർ, ബിഷപ്പുമാർ. വൈദികരും ബിഷപ്പുമാരും മാത്രമല്ല, സിസ്റ്റേഴ്സും യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ശിഷ്യ ഗണത്തിൽ തന്നെ പെടുന്നവരാണ്. സ്ത്രീ പുരുഷന്മാരുടെ സമത്വത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് തന്നെ അനേകം സ്ത്രീകളെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കാളികളാക്കി. ഇന്നും കർത്താവ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ സ്ത്രീകൾക്ക് സമുന്നതമായ സ്ഥാനം നൽകി. ദൈവരാജ്യത്തിൻ്റെ ദൗത്യം കർത്താവ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലൂടെയും മറ്റനേകം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട സ്ത്രീ ജനങ്ങളിലൂടെയും കർത്താവ് ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും കർത്താവ് ഇന്നും ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു അനുഭവമുണ്ട്. അട്ടപ്പാടിയിൽ ഒരു കുടുംബം വന്ന് ആ കുടുംബത്തിൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ഒരു കുട്ടിക്ക് ചെറുപ്പം മുതൽ ഭയങ്കരമായ വിഷമം, ശ്വാസം മുട്ടൽ, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഒരു മാസത്തിൽ 30 ദിവസമാണെങ്കിൽ 15 ദിവസവും വീട്ടിൽ കിടക്കുന്ന സ്ഥിതിയായിരുന്നു. ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും ആ കുട്ടിക്ക് സൗഖ്യം കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടായില്ല. അങ്ങനെ ആ കുട്ടിയുമായി ആ കുടുംബം അട്ടപ്പാടി വന്നപ്പോൾ ഒരു പാവപ്പെട്ട സിസ്റ്ററിനെയാണ് അന്ന് കാണാനിട വന്നത്. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് പ്രീതി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കരിമത്ര ഇടവകയിൽ നിന്നും വരുന്നു. തൃശ്ശൂരിൽ നിന്ന് കരിമത്ര. പറഞ്ഞോ. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. മോൻ്റെ പേര് ആഷ്ബിൻ. അവന് 2 വയസ്സുള്ളപ്പോൾ ശ്വാസം മുട്ടലുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ തുടർച്ചയായിട്ട് 15 ദിവസത്തെ ഗ്യാപ്പ്, 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക്, വീണ്ടും ഒരു 7 ദിവസമാണ് ഗ്യാപ്പ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ വരും. അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ഒരു 10-12 ഡോക്ടർമാരെ ഞങ്ങൾ മാറി മാറി കാണിച്ചു. എന്നിട്ടൊന്നും ഒരു കുറവുണ്ടായില്ല. പിന്നെ പാലക്കാട് ജില്ലയിലേക്ക് മാറി. അവിടെ 1-2 ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും ഒരു കുറവുണ്ടായില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് കയറി. ആയുർവേദത്തിലും കുറവുണ്ടായില്ല, ഹോമിയോയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് അഭിഷേകാഗ്നിയൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2017 ഓഗസ്റ്റ് മാസം ഇവിടെ ധ്യാനത്തിന് വരികയും മുകളിൽ മലയിൽ പോയപ്പോൾ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ബെനിറ്റാമ സിസ്റ്ററിനെ കണ്ടു. ബെനിറ്റാമ സിസ്റ്റർ കുറേ പേര് ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി എനിക്ക് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഞാൻ എന്നെ കണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിച്ചു, എന്താ മോളെ പ്രശ്നമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ മോന് 2 വയസ്സായപ്പോൾ മുതൽ ശ്വാസം മുട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഒരു മാറ്റമില്ല, കുറേ നാളായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ മോനോട് പറഞ്ഞു, അല്ല സിസ്റ്റർ മലയിൽ വെച്ചായിരുന്നു. നമ്മുടെ ഈ അഭിഷേക് മലയില് നിങ്ങൾ അവിടെ പോകണ്ട, എന്നിട്ട് സിസ്റ്റർ മോനോട് പറഞ്ഞു, മോൻ്റെ തലയിൽ സിസ്റ്റർ അല്ലേ? അന്ന് കുറെ സിസ്റ്റർമാരുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ആയിരുന്നോ? ഇല്ലില്ല, സിസ്റ്റർ ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് കയറി വരികയായിരുന്നു വഴിയിൽ വെച്ചിട്ട്. അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചത്. അപ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞു, മോന് 2 വയസ്സായപ്പോൾ മുതൽ ഇങ്ങനെ ശ്വാസം കൊണ്ടുണ്ടായിരുന്നു സിസ്റ്ററെ, കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ അന്നപ്പോൾ സിസ്റ്റർ മോൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇനി എൻ്റെ മോൻ ഒരിക്കലും ശ്വാസം കൊണ്ട് വരില്ല കേട്ടോ, ഈശോ ഇനി ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവനെ അതേ ഭാഷ കേട്ടോ,
പറഞ്ഞോ. എന്നിട്ട് മോനോട് പറഞ്ഞു ഒന്ന് കൈ കൂപ്പി പിടിച്ച് വിശ്വാസപ്രമാണം ഫുള്ളും ചെല്ലാൻ പറഞ്ഞു. വിശ്വാസപ്രമാണം ഫുള്ളും മോൻ ചെല്ലി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും 3 പ്രാവശ്യം വിശ്വാസപ്രമാണം ചെല്ലി ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. മോൻ പിറ്റേ ദിവസം മുതൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ബോട്ടിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കൊണ്ടുപോയി ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും കുടിക്കും. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഓ യെസ്. അപ്പം ഈ അമ്മ ഭയങ്കര ബുദ്ധിമതിയാട്ടോ. കുട്ടി മുടക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും ഉച്ചയ്ക്ക് കുട്ടി വെള്ളം കുടിക്കുമെന്ന് അറിയാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വിട്ടു. അങ്ങനെ 21 ദിവസം അവൻ അങ്ങനെ ചെയ്തു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. എന്നാലും അതിനുശേഷം ഇന്ന് വരെ 2017 ഓഗസ്റ്റിന് ശേഷം ഇന്ന് വരെ മോന് 2017 ഓഗസ്റ്റ് 2018 ഓഗസ്റ്റ് കഴിഞ്ഞു. 2019 ആയില്ലേ? ഇന്ന് വരെ 1 വർഷത്തിലധികമായി. ഇന്ന് വരെ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല, ശ്വാസമുട്ട് ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷ് മരുന്ന് ഒന്നും കൊടുക്കേണ്ട വന്നിട്ടേ ഇല്ല. ഒരിക്കലും സ്കൂളിൽ പോകാൻ ആകെ 15 ദിവസം, ഒരു മാസത്തിലും ആകെ 15 ദിവസം സ്കൂളിൽ പോകുന്നു. ഒരു മാസത്തിൽ 15 ദിവസം സ്കൂളിൽ പോകുള്ളൂ. പിന്നെ നെബുലൈസേഷൻ ആയി. പിന്നെ ലാസ്റ്റ് ഇൻഹേലറിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഒന്നും ഉപയോഗിക്കുന്നില്ല. മോന്റെ പേരെന്താ? ആഷ്ബിൻ. 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 സന്തോഷാണ്. മോനെ നിന്റെ പേര് പറ. ആഷ്ബിൻ. ആഷ്ബിൻ. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 9ൽ. 9ാം ക്ലാസ്സിൽ. അപ്പൊ ഇത് എന്നാ ഈ ശ്വാസം മുട്ടൽ എന്ന് തുടങ്ങിയതാ? നേരത്തെ ഉള്ളതാണോ? 2 വയസ്സൊക്കെ ആകുമ്പോൾ. 2 വയസ്സ് തൊട്ട്? 2 വയസ്സ് തൊട്ട്. 2 വയസ്സ് ഇച്ചിരി എൻ്റെ അടുത്തേക്ക് നിന്ന ഇച്ചിരി ദൂരെ നിന്ന പേടിയാവുകയുള്ളൂ. നിനക്ക് സന്തോഷമാണ് ഇപ്പോൾ? സന്തോഷമാണോ? 2 വയസ്സ് മുതൽ തുടങ്ങി 9ാം ക്ലാസ് വരെയായി. അവസാനം സ്കൂളിൽ പോകുമ്പോൾ 10 ദിവസമൊന്നും പോകാൻ പറ്റില്ലല്ലേ? ഒരു മാസത്തിൽ കുറേ ആബ്സെൻറ്റ് വരുമോ? മൈക്കിൽ കൂടെ പറ. നീ എങ്ങനെയാണ് സ്കൂളിൽ ആഴ്ച ആബ്സെൻ്റ് ആണോ? കുറേ സ്കൂളിൽ പോകുമ്പോൾ ശ്വാസം മുട്ട് വരും. പിന്നെ 10 ദിവസത്തേക്കൊന്നും പോവില്ല. പിന്നെ അവിടെ ആശുപത്രിയായി മരുന്നായും എങ്ങനെ? പിന്നെ മരുന്ന് കുറേ കഴിക്കണു. കുറച്ചായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? എത്ര കഴിച്ചിട്ട് 9ാം ക്ലാസ് ആയിട്ട് മാറിയില്ല അല്ലേ? ഇവിടെ വന്നിട്ട് സിസ്റ്റർ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞു 3 നേരം. അതായത് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച വെള്ളം ലേശം കുടിക്കാൻ പറഞ്ഞു. ഓരോ കവള് വെച്ച് കുടിക്കാൻ പറഞ്ഞു അല്ലേ? 21 ദിവസത്തേക്ക്. 21 ദിവസത്തേക്ക്. എനിക്കൊരു കയ്യും കണക്കൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. 21 ദിവസത്തേക്ക് ഇത് കുടിക്കാൻ പറഞ്ഞു. അപ്പം മോൻ അതനുസരിച്ചോ? മോനെ ശരിക്കും വിശ്വാസമൊക്കെ തോന്നി. ആ സിസ്റ്ററെ കണ്ടപ്പോൾ തന്നെ ഒരു വിശ്വാസമായിട്ടുണ്ടാവും. സിസ്റ്റർ നല്ല പ്രായമുള്ള ആ സിസ്റ്ററിൻ്റെ പേരാണ് കാട്ടിലെ സിസ്റ്റർ എന്നാണ്. നാട്ടിലെപ്പോഴും ഇറങ്ങുമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ന് കാട്ടിൽ നിന്ന് സിസ്റ്റർ കുർബാനയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ്. എന്നിട്ട് തിരിച്ചു പോണ അല്ല വഴി വെച്ചല്ലേ നിങ്ങൾ കണ്ടത് അല്ലേ? വഴി വെച്ച് ആ സിസ്റ്റർ പ്രാർത്ഥനയും ജപവും കുർബാനയും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വഴിയിൽ വെച്ച് കണ്ടപ്പം പറഞ്ഞു എത്ര വർഷമായിട്ട് നിനക്ക് ശ്വാസം മുട്ടില്ല? കുറേ വർഷമായില്ലേ? 11 വർഷമായ ശ്വാസം മുട്ടലാണ് സിസ്റ്ററേ എന്ന് പറഞ്ഞ് അമ്മ കുട്ടീനെ കൊണ്ട് കണ്ട്. അപ്പോൾ സിസ്റ്റർ കുട്ടീനെ 2 കൈയും പിടിച്ചിട്ട് പറഞ്ഞ് പറഞ്ഞു. മാറുമെന്ന് പറഞ്ഞോ? നിന്റെ ശ്വാസം മുട്ടൽ ഇതോട് ഇനി വരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? ചെല്ലി കഴിഞ്ഞാൽ ഇനി വരില്ല എന്ന് പറഞ്ഞു. നിന്റെ ഈ ശ്വാസം മുട്ടൽ മാറും കുട്ടി, ഇനി വരില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിശ്വാസം പോയി. ഇപ്പം ഇല്ലല്ലോ, ഒട്ടും ഇല്ലല്ലോ. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി, എല്ലാ ആഴ്ചയും പോകാൻ തുടങ്ങി. കംപ്ലീറ്റ് അവന് സൗഖ്യം കിട്ടി, ഈശോ അനുഗ്രഹിച്ചു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വൈദികൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആത്മായ ശുശ്രൂഷകൻ ശുശ്രൂഷ എന്നതുപോലെ തന്നെ ഇന്ന് യേശു ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ്. ആ സിസ്റ്റർ പറഞ്ഞു, അത് 21 ദിവസം പ്രാർത്ഥിക്കുക, ദൈവം ആ വാക്കുകൾക്ക് വില കൊടുത്തു. ദൈവത്തിൻ്റെ വചനം യേശയ്യ 44:26 ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്ക് ഉറപ്പിക്കുകയും അവരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് സിസ്റ്റർമാരുടെ ശുശ്രൂഷകളെയും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ കർത്താവ് വളരെയധികം വിലമതിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനവധി വ്യക്തികൾ ദുഷിക്ക് സിസ്റ്റർമാരുടെ ജീവിതത്തെയും വൈദികരുടെ ജീവിതത്തെയും ഒക്കെ ദുഷിച്ച് ഈ ദിവസങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ സമയത്തിൻ്റെ കർത്താവ് എനിക്ക് നൽകിയ ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 തിരുലിഖിതം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്ന അതിപ്രധാനമായ ഒരു സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21 അധ്യായത്തിൽ 15 മുതലുള്ള ഈ വാക്യങ്ങൾ. അവിടെ യേശു ശിമയോൻ പത്രോസിനോട് ചോദ്യം ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനം കർത്താവ് തന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ അടുത്ത ദിവസങ്ങൾ കേട്ട പല കാര്യങ്ങളും ഓർമ്മ വന്നു. അതിൽ ഒരു വ്യക്തിയുടെ ഉത്ബോധനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. ആ ഉത്ബോധനം എങ്ങനെയാണ്? അതായത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവിതം ചിന്തിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥിതി. എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എൻ്റെ വളർച്ച, എൻ്റെ ഉയർച്ച, എൻ്റെ സന്തോഷം, എൻ്റെ നന്മ, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി, എൻ്റെ മക്കളുടെ ഭാവി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പം നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പോലും, നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ പോലും, നമ്മുടെ മനസ്സിൻ്റെ ഘടന, നമ്മുടെ പ്രാർത്ഥനയുടെ ഘടന, നമ്മുടെ ചിന്തയുടെ ഘടന എന്താണ്? ദൈവമേ, എൻ്റെ ജോലിക്ക് തടസ്സം മാറ്റി തരണമേ. ദൈവമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരുപാട് പേരുടെ മൂല്യ വ്യവസ്ഥിതി. എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതി. എന്നെ അംഗീകരിക്കാത്തവരെ കണ്ടാൽ ഞാൻ അവരെ അംഗീകരിക്കില്ല. എന്നെ സ്നേഹിക്കാത്തവരെ ഞാൻ സ്നേഹിക്കില്ല. എന്നെ സഹായിക്കാത്തവരെ ഞാൻ സഹായിക്കില്ല. അങ്ങനത്തെ ഒരു ചിന്താരീതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വയകേന്ദ്രീകൃതമായ ഒരു ചിന്തയും ഒരു ജീവിത രീതിയും. എന്നാൽ ആ ഉത്ബോധനത്തിൽ ആ വ്യക്തി ഇങ്ങനെ ഒരു അഭിപ്രായം പറയണതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല വ്യക്തികൾ ഈ ഒരു അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് ഉയർന്നവരായിരിക്കും. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത എങ്ങനെയായിരിക്കും? നിനക്ക് സുഖം ഉണ്ടാകണം, നീ ഊണ് കഴിച്ചോ, അവരുടെ രോഗം മാറിയോ, അവരുടെ സ്ഥിതി എന്തായി, അവരുടെ മക്കൾ പഠിച്ചോ, അവരുടെ കടബാധ്യത മാറിയോ, മറ്റുള്ളവരിലേക്ക് ഹൃദയം തുറക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥിതി. അവരെ സ്നേഹിക്കണം, അവർ വളരണം, അവർക്ക് നന്മയുണ്ടാകണം, അവർക്ക് അനുഗ്രഹം ഉണ്ടാകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിലുള്ള എല്ലാ സിസ്റ്റർമാരുടെയും ജീവിതം എടുത്ത് നോക്കുക. ഈ സ്വയകേന്ദ്രീകൃതമായി നമ്മളെല്ലാവരും ജീവിച്ച് നമ്മൾ നമ്മുടെ ജോലി വാങ്ങി, നമ്മൾക്ക് ശമ്പളം വാങ്ങി, നമ്മൾ നമ്മുടെ കുടുംബം പടുത്തുയർത്തി, നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ സിസ്റ്റർമാർ ചെയ്യുന്നത് എന്താണ്? അവർ തന്നെ പരിത്യജിച്ച്, തൻ്റേതായിട്ടുള്ളതെല്ലാം പരിത്യജിച്ച് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ അവർ സമർപ്പിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യത്തിൽ ഈശോ ശിമയോൻ പത്രോസിനോട്, ആദ്യത്തെ മാർപ്പാപ്പയോട് ചോദിക്കുന്ന അതേ ചോദ്യത്തിന് പ്രത്യുത്തരം കൊടുക്കുന്നവരാണ് ഓരോ സിസ്റ്റർമാരും. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ നിനക്കുള്ള നിൻ്റെ എല്ലാ സാമ്രാജ്യങ്ങളെക്കാളും, നിനക്കുള്ള നിൻ്റെ എല്ലാ താല്പര്യങ്ങളെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെ തന്നെ കേന്ദ്രീകരിച്ച് എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സ്നേഹിതർ, എൻ്റെ രോഗം, എൻ്റെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കാം. അതിനേക്കാൾ കുറച്ചും കൂടെ ഉയർന്നതാണ്
എൻ്റെ അടുത്തുള്ളവർ, എൻ്റെ അയൽക്കാർ, എൻ്റെ സ്നേഹിതർ, അവരുടെ സന്തോഷം, അവരുടെ സുഖം അതിലും വലുതാണ്. അവരെയും പരിധിച്ചു, അതിനും അപ്പുറത്തേക്ക്, അതിനും ഉപരിയായി ദൈവത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ എല്ലാവർക്കും സുഖം ഉണ്ടാകാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണെന്ന് വിചാരിക്കരുത്. ലോകത്തിന് വേണ്ടിയല്ല അവർ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അവരുടെ ജീവിതത്തെ അവർ പരിത്യജിച്ചിരിക്കുന്നത്. പിന്നെയോ അവർ അതിലുപരി ദൈവത്തിന് വേണ്ടി തന്നെ പരിത്യജിച്ചു. സമർപ്പിത ജീവിതത്തിൻ്റെ മർമ്മമാണത്. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇപ്പോഴതെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ഇതിലും ഉപരിയായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുകയാണ്. അതാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന എന്താണ്? എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വതും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ ചില ദുഷിച്ച അഭിപ്രായങ്ങളും ദുഷിച്ച കമൻറ്റുകളെല്ലാം എഴുതുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേറൊരു സ്ഥലത്ത് ജോലിയില്ലാത്തവരാണ് വരുന്നത്. ഒരു മാനവികതയ്ക്ക് എതിരായ ഒരു ജീവിത രീതിയാണ്. എന്തൊരു വിഡ്ഢിത്തരങ്ങളാണ് ഈ എഴുതുകയും പറയുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാലത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു എഞ്ചിനീയർ സംസാരിക്കട്ടെ, ഒരു രോഗിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ഡോക്ടർ സംസാരിക്കട്ടെ. അതുപോലെ സന്യാസ ജീവിതത്തെക്കുറിച്ചോ ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ബന്ധപ്പെട്ട് ഇടപഴകി അതിൽ പ്രാവീണ്യം നേടിയവർ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. ഉദാഹരണത്തിന് പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യത്തിന് ചിന്തിക്കുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഗമാലിയലിൻ്റെ പാദങ്ങളിൽ ശിക്ഷണം നേടിയ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻറ്റ്, ഏറ്റവും ടോപ്പ്, ഏറ്റവും വലിയ ബുദ്ധിമാൻ, ഫരീസയന്മാരുടെ ഇടയിൽ ഏറ്റവും ആദർശപരമായി ജീവിച്ച ഏറ്റവും മികവുറ്റ ഫരീസയൻ, ഒരാൾക്കും കുറ്റം പറയാൻ പറ്റാത്ത പോലെ നിയമം പാലിക്കുന്നവൻ. അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലന് ഒരുപാട് മേന്മകൾ പറയാനുണ്ട്. അതെല്ലാം കുറച്ചെല്ലാം സൂചിപ്പിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കണക്കാക്കി, ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. എവിടെ ഒരു പോക്കടില്ലാതെ വന്നതെന്ന് വിചാരിക്കരുത്. ഏറ്റവും ടോപ്പ് മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തുവിന് അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. അദ്ദേഹം കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വതും ഞാൻ നഷ്ടമായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ, സ്വന്തം ജീവിതം, സ്വന്തം കുടുംബം, സ്വന്തം മാതാപിതാക്കന്മാർ, തനിക്കുള്ള സർവ്വതും ഉച്ഛിഷ്ടം പോലെ, ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും എല്ലാ പോസിബിലിറ്റികളും എല്ലാ ഓഫറുകളും ലോകത്തിലെ എല്ലാ മോഹന വാഗ്ദാനങ്ങളും ഉച്ഛിഷ്ടം 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 പോലെ കണക്കാക്കി ദൈവത്തെ വരിക്കുന്നവരാണ് സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമകൾ. എന്തെങ്കിലും വായി തൊന്ന് വിളിച്ച് പറയരുത്. ഞാൻ ഓർക്കുന്നൊരു കാര്യം നിങ്ങളോട് പറയാം സഹോദരങ്ങളെ. 35 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സെമിനാരിൽ ചേരുന്നത് 1984 അതിനു മുമ്പ് 1980 മുതൽ 84 വരെയുള്ള എൻ്റെ ചില അനുഭവങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ 7 സഹോദരൻ, ഞങ്ങൾ വളരെ സന്തോഷമായി ജീവിക്കുകയാണ്. പക്ഷേ ബൈബിളിലെ യേശുവിനെ കുറിച്ച് ആർക്കും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ അവർക്ക് അറിയാമെന്നല്ലാതെ 80 തൊട്ട് 84 വരെ കാലഘട്ടം എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയമാണ്, അല്ലെങ്കിൽ UP ക്ലാസ്സും ഹൈസ്കൂളിൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളും. അപ്പോൾ ആദ്യമായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ ഒത്തിരി തിരക്കാണ്, വികാരിച്ചനുണ്ട്, ആളുകളുണ്ട്, ഒത്തിരി തിരക്കാണ്. എന്നാൽ അവിടെ ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിൻ്റെ അതരങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉപമകളും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ഞാൻ ആദ്യമായിട്ട് വളരെ സമയമെടുത്ത് കേൾക്കുന്നത്. വികാരിച്ചിന് പള്ളിയിൽ പ്രസംഗിക്കും, കുറച്ച് സമയമുണ്ട്, പക്ഷേ കൂടുതലായി യേശുക്രിസ്തുവിനെ എനിക്ക്
പരിചയപ്പെടുത്തിയത് ആ സിസ്റ്ററാണ്. ആ സിസ്റ്റർ അന്ന് പറഞ്ഞതുപോലെ പിന്നെ ആരും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുമില്ല. ഒരു ഡൊമിനിക്കൻ സിസ്റ്റർ. ഞാൻ കേരളത്തിലുള്ള പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഇടവകയിലായിരുന്നു. അവിടെ ഒരു ഡൊമിനിക്കൻ സിസ്റ്റർ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചൊരു സിസ്റ്ററാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദപാഠം അല്ലെങ്കിൽ ദേവാലയത്തെ ഞായറാഴ്ചത്തെ ദേവാലയത്തിലെ കർമ്മങ്ങൾ കഴിയുമ്പോൾ സമയം കുറേ ആവും, 12 മണിയാവും. പിന്നെ വേദപാഠം എല്ലാം കഴിഞ്ഞ് ഒരു 2-2:30 വരെയൊക്കെ അന്ന് സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ വേദപാഠം കുട്ടികൾക്ക് പരിപാടികളുണ്ടാവും. അത് കഴിയുമ്പോൾ അന്ന് വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ സിസ്റ്റർമാർ, ഈ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ്, അവരുടെ ഉച്ചഭക്ഷണമോ അവരുടെ ടൈം ടേബിളോ അവരുടെ ജീവിതമോ അവരുടെ സുഖസൗകര്യം ഒന്നും പരിഗണിക്കാതെ ഈ വേദപാഠം കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുക. അവർക്ക് വേണ്ടി അവർക്ക് ടേസ്റ്റുള്ള എന്തെങ്കിലും നല്ല പായസമോ നല്ല കാര്യങ്ങളോ ഒരുക്കി അതിനുശേഷം ആ കുട്ടികൾക്കെല്ലാം അന്ന് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന ആ സ്കൂളിലെ സൺഡേ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ആ സിസ്റ്റേഴ്സ് അവിടുന്ന് ഭക്ഷണം വയറ് നിറയെ കൊടുത്തിട്ടാണ് വിടുന്നത്. ഒരിക്കൽ പോലും അതിന് ഫീസ് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുമില്ല ഇതിൻ്റെ വേദന വിഷമം എന്താണെന്ന്. എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറിലധികം അന്ന് നടക്കാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു പ്രതിഫലവും പറ്റാതെ ഒരു നന്ദി വാക്ക് പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം പരിശീലിക്കുന്ന അവർ ഒരു വാക്കുകൊണ്ട് പോലും വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അതെല്ലാം ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പകരുന്ന ഇടപെടലുകളായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ കൊന്തയിലായിരുന്നു. എന്നാൽ എൻ്റെ കൂട്ടുകാർക്ക് പലർക്കും ഉണ്ട്. ഞാൻ അത് വേദപാഠ ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ചെല്ലുമ്പോൾ ഞാൻ കൈവിരലും കൊണ്ട് കൊന്ത എങ്ങനെ ചെല്ലും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പുത്തൻ കൊന്ത. പ്രിയപ്പെട്ട സഹോദരൻ, എത്രയോ പേരുണ്ടായിരുന്നു. എന്നാൽ ഒരു സിസ്റ്റർ ഒരു പുത്തൻ കൊന്ത, ഇത് കൈയിരുന്നോട്ടെ എന്ന് പറഞ്ഞു തന്നു. വേറെ ഒന്നും ചോദിച്ചുമില്ല, സംസാരിച്ചുമില്ല. പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ കാര്യമായി പരിചയപ്പെടുത്തിയത് സിസ്റ്റർമാരാണ്. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ 4-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് വേഗം ചെല്ലും. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 3/4 മണിക്കൂർ 1 മണിക്കൂർ നടക്കണം. നടപ്പിൻ്റെ വേഗത അനുസരിച്ച് ചിലപ്പോൾ 3/4 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പിടിക്കും. അങ്ങനെ ഞാൻ ദേവാലയത്തിന് അവിടെ എത്തുമ്പോൾ ദേവാലയത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ദേവാലയത്തിനുള്ളിൽ കയറും. ഞാൻ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ചേട്ടന്മാരൊക്കെ ഉണ്ട്, പല വിധത്തിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴെൻ്റെ ഉള്ളിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നത്, സിസ്റ്റർമാർ എങ്ങനെയാണ് ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വ്യാപരിക്കുന്നത് എന്ന് നോക്കാൻ ഒരു പ്രേരണ. അവർ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആദരവോടെ വ്യാപരിക്കുന്നു. അൾത്താരയിൽ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അവർ മൂവ് ചെയ്യുമ്പോൾ ദൈവചിന്തയോടെ ആ ദേവാലയത്തിൽ അവരുടെ പെരുമാറ്റങ്ങൾ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പതിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതിനെക്കുറിച്ചും ദൈവവചന ബൈബിളിലെ യേശുവിനെക്കുറിച്ചും യേശു പറഞ്ഞ പ്രബോധനങ്ങൾ, ഏറ്റവും പരമോന്നതമായ പ്രബോധനം, സ്നേഹത്തിൻ്റെ പ്രബോധനം, അതെല്ലാം ഒരു വിദ്യാഭ്യാസ രീതിക്കും പതിപ്പിക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തിലേക്ക് പതിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സിസ്റ്റർമാരിലൂടെ പ്രവർത്തിച്ചത് ഞാനിന്ന് അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ചിന്തിക്കുകയാണ്, ആ സിസ്റ്റർമാർ, അവരുടെ അപ്പൻ, അവരുടെ അമ്മ, അവരുടെ ആങ്ങളമാർ, അവരുടെ കുടുംബം, അവരുടെ ഭാവി, അവരുടെ ജീവിതം, ഈ എല്ലാം പരിത്യജിച്ച് അവരെന്തിനു വേണ്ടിയാണ് ഒരു പിന്നോക്ക ഭൂപ്രദേശമായ പാലക്കാട് ജില്ലയിലേക്ക് ഈ 10-35 വർഷങ്ങൾക്ക് മുമ്പ് വന്നത്? അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം, അവർക്ക് ലാഭമായി ഉണ്ടായിരുന്നതെല്ലാം, അവർക്ക് മേന്മ ഭാവിക്കായിരുന്നതെല്ലാം നഷ്ടമായി അവർ കണക്കാക്കി വന്നത് ഒറ്റ കാര്യം, അവരുടെ സൃഷ്ടാവായ, അവർക്ക് ജീവനും ജീവിതം നൽകിയ അവരുടെ ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി. മാനവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് സിസ്റ്റർമാർ സമർപ്പിക്കപ്പെട്ടതെന്ന് വിചാരിക്കരുത്. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങൾക്ക് ലാഭമായി ഉണ്ടായിരുന്ന എല്ലാം നഷ്ടമായി കരുതി ഈ ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ജീവിക്കാൻ വേണ്ടി ധീരമായ തീരുമാനമെടുത്ത വീരവനിതകളാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്ന സിസ്റ്റേഴ്സ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം കേട്ടത് ഓർമ്മിക്കുന്നുണ്ടോ? 2 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ ശ്വാസം മുട്ടൽ, 2ാം ക്ലാസ് മുതലുള്ള ശ്വാസം മുട്ടൽ ആ കുട്ടിക്ക് മാറുന്നില്ല. ഒരുപാട് ചികിത്സ, ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി അറിയാവുന്ന വിധത്തിൽ മാതാപിതാക്കന്മാർ ആ കുട്ടിയെയും കൊണ്ട് നടന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാറിയില്ല. ആ കുട്ടിയുമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു. ഞാൻ മനസ്സിലാക്കണം, അതിന് മുമ്പ് പല സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടാവും, പല വിധത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അവർ വീട്ടിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം അവർക്കൊരു പ്രേരണ കിട്ടി. ആ കുട്ടിയും ഒരു അട്ടപ്പാടിക്ക് വരികയാണ്. അട്ടപ്പാടിക്ക് വരുന്ന വഴിക്ക് പലരെയും കണ്ടിട്ടുണ്ടാവും. എന്നാൽ പാവപ്പെട്ട ഒരു സിസ്റ്ററിനെ കണ്ട്. ആ സിസ്റ്റർ പറഞ്ഞ്, എൻ്റെ മകനെ, നിൻ്റെ ഈ രോഗം ഈശോ മാറ്റും. ഒരു സിസ്റ്റർ ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ മാറ്റി തരാമെന്ന് ക്ലെയിം ചെയ്യുന്നില്ല. കർത്താവിൻ്റെ സഭയിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ല. പെട്ടെന്ന് ആൾ ദൈവം നിങ്ങൾ ചാടി വീഴരുത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രേരിതമായി സ്വജീവിതം ബലിയായി ഹോമിച്ച ഒരു ധീര വനിത, ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ ആ കുട്ടിയെ കണ്ട, ഫാമിലീനെ കണ്ടു. സിസ്റ്റർ പറഞ്ഞ്, 21 ദിവസം കൊണ്ട് ഇത് മാറും, നീ വെഞ്ചിരിച്ച വെള്ളം ലേശം കുടിച്ചാൽ മതി. അങ്ങനെ എല്ലാവരും പറഞ്ഞാൽ മാറുമെന്ന് വിചാരിക്കരുത്. ഒരാൾ ഈ അടുത്ത കാലത്ത് പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഫുട്ബോൾ കളി കാണുമ്പോൾ കുളിര് കോരുന്നു എന്ന്. ആ കുളിര് വേറെ കുളിര്. എന്താണ് ഒരു സിസ്റ്റർ, ഒരു വൈദികൻ പറയുമ്പോൾ, നിൻ്റെ ഈ രോഗം, നിൻ്റെ 2ാം ക്ലാസ് തൊട്ട് ഇത്രയും വർഷം ചികിത്സിച്ച് മാറാത്ത ഈ രോഗം 21 ദിവസം നീ വെഞ്ചരിച്ച വെള്ളം ഉപയോഗിക്കും, മാറും. നീ 21 ദിവസം പ്രാർത്ഥിക്കും, മാറും എന്നൊരു സിസ്റ്റർ പറയുമ്പോൾ മാറാൻ കാരണം എന്താ? ലോട്ടറി അടിക്കണമെന്ന് വിചാരിക്കരുത്. അതിന് കാരണമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറി കുറിപ്പുകളിൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീന ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്ററിന് ഈശോ പ്രത്യക്ഷപ്പെടുമായിരുന്നു, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള നിമിഷങ്ങളിലൊക്കെ. അപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഭാഗം 1316 പാരഗ്രാഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകളെ, സ്നേഹത്തോടു കൂടിയ ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. കാരണം അവയ്ക്ക് മാത്രമേ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ. തീർച്ചയായും എൻ്റെ അടുക്കലുള്ള ലോകത്തിൻ്റെ കടങ്ങൾ വളരെ അധികമാണ്. അരൂപിയിൽ കാരുണ്യം അഭ്യസിച്ചുകൊണ്ട് നിർമ്മലരായ ആത്മാക്കൾക്ക് അവരുടെ ആത്മപരിത്യാഗങ്ങൾ വഴി ഈ കടങ്ങൾ വീട്ടാൻ കഴിയും. ലോകത്തിൻ്റെ കടങ്ങൾ, എൻ്റെ സന്നിധിയിലുള്ള പാപത്തിൻ്റെ നിലവിളി, ലോകത്തിൻ്റെ കടങ്ങൾ അത് ഹിമാലയ പർവ്വതം പോലെയാണ്, അത് വളരെ അധികമാണ്. എന്നാൽ ദൈവം പറയുകയാണ്, നിർമ്മലരായ ആത്മാക്കൾ ദൈവസ്നേഹത്തെ പ്രതി ലോകത്തെ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ധീരമായ ദൈവത്തിന് വേണ്ടി വീരോചിതമായ തീരുമാനമെടുത്ത് ലോകത്തെ കുപ്പയും ചപ്പും ചവറും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ദൈവത്തിന് വേണ്ടി സമർപ്പണം നടത്തുന്ന നിർമ്മലരായ ആത്മാക്കൾക്ക് ഈ ലോകത്തിൻ്റെ കടങ്ങൾ വീട്ടാൻ അവരുടെ സ്വന്തം ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ, സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് ആത്മപരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും വഴികളിലൂടെ ജീവിച്ച് ദൈവസന്നിധിയിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പരിഹാരവും പ്രായശ്ചിത്തവും അനുഷ്ഠിച്ച് ജീവിച്ചിട്ട്, എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞെ, നിന്റെ രോഗം 20 ദിവസം കൊണ്ട് മാറുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. വെറുതെ ഒന്ന് തൊട്ട് നിന്റെ സങ്കടം മാറട്ടെ, നിനക്ക് തടസ്സം മാറട്ടെ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റർ ആണെങ്കിൽ ആ സിസ്റ്ററിന്റെ വാക്കുകളിലൂടെ ഈശോ പ്രവർത്തിക്കുന്നു. സിസ്റ്റർ കൊന്ത കൊടുത്തു, ആ കൊന്ത കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. ആൾ ദൈവമെന്ന് വിചാരിക്കണ്ട. അതിൻ്റെ പുറകിൽ പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ ഒരു ജീവിതമുണ്ട്. അതിൻ്റെ എല്ലാം പുറകിൽ വീരോചിതമായൊരു തീരുമാനമുണ്ട്. എനിക്ക് ലോകത്തിൻ്റെ സുഖം വേണ്ട, എനിക്ക് കർത്താവിൻ്റെ കൊണ്ടുള്ള സ്നേഹത്തെ പ്രതി ലോകം എനിക്ക് വെച്ച് നീട്ടുന്ന എല്ലാ ഓഫറുകളും ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു, എനിക്ക് വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റർമാർ നമ്മുടെ ഒരുപാട് പേരെക്കാൾ ടോപ്പായി ജീവിക്കാവുന്ന അവസ്ഥയിൽ നിന്നാണ് അവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. അവരുടെ മുമ്പിൽ കിടന്ന് ഞെളിയരുത്. നിങ്ങൾക്ക് പരിചയമുള്ള 1, 2, 5, 10 പേരുണ്ടായിരിക്കും. അതുപോലെയാണ് എല്ലാവരും കണക്കാക്കരുത്. എൻ്റെ ജീവിതത്തിൽ 10-35 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സിസ്റ്റർമാരെ പല വിധത്തിലും അഭിമുഖീകരിക്കാൻ വന്നിട്ടുണ്ട്. എത്രയോ സമുന്നതമായ വിദ്യാഭ്യാസമുള്ളവർ, എത്രയോ സമുന്നതമായ ചിന്താരീതിയുള്ളവർ, എത്രയോ വലിയ മൂല്യവ്യവസ്ഥിതി സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ,
ലോകത്തിൻ്റെ ഒരു മനുഷ്യൻ പോലും അറിയാതെ ദൈവത്തിന് വേണ്ടി സ്വജീവിതത്തെ ബലിയായി കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ലോകത്തിൻ്റെ കടങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്ത ജീവിതം നയിച്ച് ജീവിക്കുന്ന എത്രയോ വിശുദ്ധ ജീവിതങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-33 വാക്യം, ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിക്ഷനാവുക സാധ്യമല്ല. എല്ലാം ദൈവമായ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി പരിഹാര അരൂപിയിൽ സമർപ്പിച്ച് കർത്താവിനെ വീരോചിതമായി, കർത്താവിനെ ഹീറോയ്ക്കായി അനുഗമിക്കുന്നവർ. നമുക്ക് ലോകത്തിലുള്ള അനേകം വിശുദ്ധരായ സിസ്റ്റർമാരെ പരിചയപ്പെടാൻ ദൈവം അനുഗ്രഹം തരട്ടെ. ഇന്ന് സഭയോട് ചേർന്ന് പരിശുദ്ധ കുർബാന ആരാധനയിൽ നമുക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പാരീസ് പട്ടണത്തിൽ ഉന്നതമായ നിലയിൽ പാരീസ് സർവകലാശാലയിൽ പ്രൊഫസറായി വലിയ ശമ്പളം പറ്റി ഉന്നതമായ നിലയിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൊടുന്നത്. അദ്ദേഹം ലോകത്തെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സന്നിധി സമർപ്പിച്ച് ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി അദ്ദേഹം ഭാരതനാട്ടിലേക്ക് സമീപ രാജ്യങ്ങളിലേക്കും പുറപ്പെട്ടു. അതുപോലെ വിശുദ്ധ അഗസ്തീനോസ്, വലിയ ബുദ്ധിരാക്ഷസൻ എന്നറിയപ്പെടുന്ന അഗസ്തീനോസ്, ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചപ്പോൾ തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിച്ചൊരു സമർപ്പിതനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രേരിതമായി പ്രതിഷ്ഠിച്ചു. അനേക രാജ്ഞിമാർ, അനേക രാജകുമാരിമാർ, അനേക ഉന്നത കുലജാതർ, അനേക സ്ഥിതികളിലിരുന്നവർ ഒരിക്കൽ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിന് വിളി കേട്ടപ്പോൾ എല്ലാം കുപ്പയായി പരിഗണിച്ച് സമർപ്പിത ജീവിതത്തിലേക്ക് തിരിയുന്നതായി ലോക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. അവരെല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു അനുഭവം ഇതായിരുന്നു: യേശുവേ, നീ എനിക്കെന്നും വിലപ്പെട്ടവനാണ്, നീ എനിക്ക് സർവ്വത്തിലുപരിയാണ്, എൻ്റെ ജീവനേക്കാൾ അധികം നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് മതിയായവനാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഇപ്പോൾ സഭ മുഴുവനോട് ചേർന്ന് അങ്ങ് ആരാധിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.